മുഖത്തെ നല്ലതുപോലെ നിറവുമൊക്കെ കൂട്ടാനും മുഖത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുഖത്തെ നല്ലതുപോലെ നിറമൊക്കെ കൂടുന്നതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഈ ഒരു ഫേസ് പാക്ക് നല്ല റിസൾട്ടാണ് നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു തിളക്കം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രമാത്രം റിസൾട്ട് നൽകുന്ന ഒരു ഫേസ് പാക്കാണ്. അതിൽ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുക്കളയിലൊക്കെ സുലഭമായി കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ പുറത്തു നിന്നും ഒന്നും നമുക്ക് വേണ്ട ആവശ്യം പോലും ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ട. ഫേസ് പാക്ക് നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് നിങ്ങൾ പോകുവാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. അതായത് നമ്മുടെ ഒരു ബ്ലീച്ച് ചെയ്യുന്നതിനെക്കാട്ടിലുമൊക്കെ ഇരട്ടി റിസൾട്ട് കിട്ടും. കൂടാതെ തന്നെ നാച്ചുറൽ കാര്യമായതുകൊണ്ട് തന്നെ മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും നമ്മുടെ ചർമ്മത്തിന് ഒരിക്കലും ഉണ്ടാവുക പോലും ചെയ്യില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും സംശയം, അതായത് ചർമ്മത്തിലിടുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഈ ഒരു മുഖത്തിൻ്റെ ചർമ്മം തന്നെയാണ് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ചർമ്മത്തിനും, അതായത് നമ്മുടെ ചെവിയുടെ ഭാഗത്തുള്ള ചർമ്മം ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തോളൂ. ജസ്റ്റ് അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ മറ്റുള്ള പേടി കൂടാതെ തന്നെ നമുക്കത് ഇടാമല്ലോ. എന്തായാലും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുമോ. നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം എൻ്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പം എൻ്റെ സ്കിന്നിന് അത് പ്രശ്നം തോന്നിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചർമ്മം ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇടാനായിട്ട് നോക്കൂ കേട്ടോ. ഞാൻ ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ആ റിസൾട്ടും ഒക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കണ്ടാലോ. ഇന്ത്യൻകാരുടെ സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനെന്താണ് വേണ്ടതെന്നുള്ളത് പറയാം. ഞാനിവിടെ നമ്മുടെ ഒരു 3 ബദാം പാല് ചേർത്തിട്ട് അരച്ചെടുത്തേക്കുകയാണ്. അതാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 2 സ്പൂൺ റൈസ് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാം തലേന്ന് കുതിർത്തിട്ടിട്ട്, അതായത് ഒരു ദിവസം മുഴുവൻ ഇരുന്നാലേ ആ ഒരു ബദാം നല്ലതുപോലെ കുതിർന്ന് കിട്ടുകയുള്ളൂ. വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ കുതിർക്കണം. അത് കുതിർത്തിട്ട് അത് നല്ലതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുത്തിട്ട് ആ ഒരു ബദാം നല്ലതുപോലെ ഒരു സ്പൂൺ മിൽക്കും കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ബദാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ റൈസ് പൗഡറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇതേ പരുവത്തിലായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കും. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് നമുക്ക് ഒരു സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ പാല് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ആക്കുക. ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടറ്റോ വേവിച്ച് ഞാൻ ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ചേർത്തേക്കുന്നത്. 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ബദാം ആണെങ്കിലും നമ്മുടെ റൈസ് പൗഡർ ആണെങ്കിലും നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ പൊട്ടറ്റോ വേവിച്ചതും കൂടി നല്ലതുപോലെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സ് ആക്കുമ്പോൾ ഇതേപോലെ ഒരു ക്രീം പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അരമുറി നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങാ നീരും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നാരങ്ങാ നീരും ചേർത്തു. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക.
മിക്സ് ആക്കുമ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. ചർമ്മത്തിലും നിങ്ങളുടെ കൈകളിലും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ചർമ്മത്തിലിട്ടിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. നമ്മുടെ ഒരു പാക്ക് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് നമ്മളതിൽ ചേർത്ത എല്ലാ കാര്യത്തിൻ്റെതും. ഓക്കെ, ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇടട്ടെ. നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആവും. കൂടാതെ തന്നെ ഫേസിന് നല്ല പോലെ നിറമൊക്കെ ഈ ഒരു പാക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എൻ്റെ ഫേസ് ഫുള്ളായിട്ട് ഞാൻ ഇടട്ടെ. കാരണം ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ നല്ലതുപോലെ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിനകത്ത് ഇടുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫേസിലിടുക. അല്ലാതെ നിങ്ങൾ ഫേസിലേക്ക് ഇട്ടിട്ട് പിന്നീട് ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില പാക്കുകളൊക്കെ അലർജി വരാറുണ്ട്. അങ്ങനെ നമ്മളൊക്കെ ചേർക്കുന്ന സമയത്ത് ചിലർക്ക് അലർജി വരാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈകളിലാണെങ്കിലൊക്കെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ചില ആൾക്കാർക്ക് വരാറില്ല. ചേർത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് കൈകൾക്കൊന്നും പ്രശ്നം വരാറില്ല. ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ചില ആൾക്കാർക്ക് ലെമണൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ സ്കിന്നിന് ചൊറിച്ചിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പം അല്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമ്മളിപ്പോൾ എന്ത് കാര്യം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ചുളുങ്ങിപ്പോവും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്കിന്ന് ഇങ്ങനെ ഇതാവുമ്പോൾ സ്കിൻ ഇതായി പോയി കഴിഞ്ഞാൽ വളരെ ബോറാണ്, ചുളുങ്ങിപ്പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ അധികം മിണ്ടാൻ പാടില്ല. ഫേസ് മാസ്ക് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അധികം മിണ്ടരുത് കേട്ടോ. എന്തായാലും ഞാനിതൊന്ന് ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ റിസൾട്ടും ഒക്കെ ഞാൻ കാണിക്കാം. ഇപ്പം തന്നെ 1 മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ തുടയ്ക്കുമ്പോൾ ഉള്ള വ്യത്യാസമൊക്കെ നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കാണിക്കാം കേട്ടോ. എൻ്റെ ഫേസിൽ അങ്ങനെ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഞാൻ വെച്ചു. ഇനി ഞാൻ തുടയ്ക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. വളരെ എളുപ്പം തന്നെ നമ്മുടെ ചർമ്മത്തെ നിറം കൂട്ടാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുതേ. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.